തുടങ്ങിയുള്ളൂ. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, മറ്റ് പഞ്ചായത്ത് മെമ്പർമാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതൊരു ചർച്ചയാണ്. അപ്പോൾ എല്ലാവരും വളരെ സജീവമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു അപേക്ഷയുണ്ട്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എൻ്റെ വാർഡിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അവർക്ക് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അച്ഛനും അമ്മയും അടുത്തടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു. ഈ സ്ത്രീയുടെ കല്യാണമാണെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല. കല്യാണപ്രായം കഴിഞ്ഞിട്ടും തുണയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ, സംരക്ഷിക്കാൻ ആളില്ലാതെ വന്നപ്പോഴാണ് ഈ സ്ത്രീ ആത്മഹത്യ ചെയ്തത്. സത്യത്തിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 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 ചിന്തയ്ക്കുള്ള വഴി വെച്ചു. നമ്മുടെ പഞ്ചായത്തിൽ കെട്ടുപ്രായം കഴിഞ്ഞിട്ടുള്ള കുറച്ച് സ്ത്രീകളുണ്ട്. ഇപ്പോൾ 35 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ചിലപ്പോൾ ചൊവ്വാദോഷത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്തതിൻ്റെ പേരിലോ ഒറ്റപ്പെട്ടു പോയതിൻ്റെ പേരിലോ ഒക്കെ ആയിരിക്കും ഈ വിവാഹം നടക്കാതെ പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന് ആലോചിച്ചാൽ എന്താണ് തകരാറ്, പഞ്ചായത്ത് ആലോചിക്കേണ്ടതല്ലേ എന്ന ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. ആ ഉണ്ടായിട്ടുള്ള ഒരു തോട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത്, ഇത്തരത്തിൽ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നേരിട്ടിടപെട്ട് പഞ്ചായത്തിന് അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാകുന്ന ആത്മഹത്യകളുടെ മുമ്പിൽ നമുക്ക് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരില്ല. ഇത് കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ മറന്ന് നമുക്ക് ഈ ഒരു സംരംഭം, മംഗല്യം എന്നാണ് ഇപ്പോൾ പേരിട്ട് തോന്നിയത്, ഇനി വേണമെങ്കിൽ നമുക്ക് മാറ്റാം, നോക്കാം. അപ്പോൾ എല്ലാവരും തുറന്ന രീതിയിൽ അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക കേട്ടാ. പിന്നെ നമുക്ക് അവസാനം ഒരു തീരുമാനത്തിലെത്താം. ശരി, അതായത് 100 കൂട്ടം കാര്യങ്ങൾ പഞ്ചായത്തിന് അതല്ലാത്ത ചെയ്യാനുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് അതൊന്നും ചെയ്യാണ്ട് ഇപ്പോൾ നാട്ടിൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാനാണ് ഇപ്പൊ നിങ്ങൾ തീരുമാനിക്കുന്നത് വെച്ചാല് ഇതൊന്നും യോജിച്ചു പോകാൻ നമ്മളെ പോലുള്ളവർക്ക് പറ്റില്ല. നിങ്ങൾ ആ കാര്യങ്ങൾ ആദ്യം നേരാക്കേ. അല്ലാതെ പ്രസിഡന്റ് പറഞ്ഞതിലും കാര്യമുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ദൈനംദിന കാര്യങ്ങൾ സർക്കാർ പറയണ പോലെ മുറക്ക് നടക്കുന്നുണ്ട്. അതിനൊരു തടസ്സവും ഇല്ല. ഇവിടെ ഇത്തരം നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയ മറ്റു പഞ്ചായത്തുകൾക്കും അത് പ്രചോദനമായ അതിന്റെ ഒരു വില നമ്മുടെ പഞ്ചായത്തിനുണ്ട്. ആയിക്കോട്ടെ, റോഡ് ശരിയാണ്. അതാ ഞാൻ പറയാം, നൂതന ആശയൊക്കെ നല്ല തന്നെയാണ്. ആ ആശയൊക്കെ അവിടെ കിടക്കട്ടെ. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ പ്രാഥമികമായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർത്തോ? കോയ മെമ്പറെ, നിങ്ങൾ ഈ പറയണതിൽ ഇവിടെ എന്ത് പരിപാടിയാണ് ഇവിടെ നടക്കാതെ പോയിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ അതൊന്നും അറിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ അടുത്ത സെക്രട്ടറി ആയിട്ട് ഇരിക്കാണ്.